വെൽക്കം ടു +1 സുവോളജി ഓൺലൈൻ ക്ലാസ്. ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്നത് +1 ബയോളജി ടെക്സ്റ്റ് ബുക്കിലെ സുവോളജി ചാപ്റ്ററുകളിൽ മൂന്നാമത്തേതായ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ അനിമൽസ് എന്ന ചാപ്റ്ററാണ്. നമുക്ക് ഈ ചാപ്റ്ററിലെ കാര്യങ്ങളിലേക്ക് കടക്കാം. ഈ ചാപ്റ്ററിൽ ആദ്യം പഠിക്കുവാനുള്ളത് മനുഷ്യനിലും മറ്റു മൃഗങ്ങളിലും കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ടിഷ്യൂസ് അഥവാ കലകൾ ഏതൊക്കെയാണെന്നാണ്. ആദ്യം ടിഷ്യൂ എന്താണെന്ന് പരിശോധിച്ച് നോക്കാം. ടിഷ്യൂ എന്ന് പറഞ്ഞാൽ എ ഗ്രൂപ്പ് ഓഫ് സിമിലർ സെൽസ് വിച്ച് ഹാവ് എ കോമൺ സ്ട്രക്ചർ, ഫങ്ഷൻ ആൻഡ് ഒറിജിൻ. അതായത് ഒരേ ഘടനയുള്ളതും അതുപോലെ ഒരേ ഫങ്ഷൻ നിർവഹിക്കുന്നതും ഒരേ ഒറിജിൻ അഥവാ ഉൽപ്പത്തിയുമുള്ള ഒരുപോലെ ഇരിക്കുന്ന കോശങ്ങളുടെ സമൂഹത്തെ വിളിക്കുന്ന പേരാണ് ടിഷ്യൂസ്. അനിമൽസിൽ പ്രധാനമായിട്ട് 4 വിഭാഗത്തിലുള്ള ടിഷ്യൂസാണ് കാണപ്പെടുന്നത്. ആദ്യത്തേത് എപ്പിത്തീലിയൽ ടിഷ്യൂ, രണ്ടാമത്തത് കണക്റ്റീവ് ടിഷ്യൂ, മൂന്നാമത്തത് മസ്കുലാർ ടിഷ്യൂ, നാലാമത്തത് ന്യൂറൽ ടിഷ്യൂ. എപ്പിത്തീലിയൽ ടിഷ്യൂ എന്ന് പറഞ്ഞാൽ അതിനെ ആവരണ കല എന്നാണ് വിളിക്കുന്നത്. കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറഞ്ഞാൽ യോജക കല, മസ്കുലാർ ടിഷ്യൂ എന്ന് പറഞ്ഞാൽ പേശീകല, ന്യൂറൽ ടിഷ്യൂ എന്ന് പറഞ്ഞാൽ നാഡീകല. നമുക്ക് ആദ്യം പഠിക്കുവാനുള്ളത് എപ്പിത്തീലിയൽ ടിഷ്യൂ അഥവാ അതിന് പൊതുവിൽ അറിയപ്പെടുന്ന പേര് എപ്പിത്തീലിയം എന്നാണ്. അതിൻ്റെ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് പരിശോധിച്ച് നോക്കാം. ഇറ്റ് ഹാസ് എ ഫ്രീ സർഫസ് ദാറ്റ് ഫേസ് ബോഡി ഫ്ലൂയിഡ് ഓർ ഔട്ട്സൈഡ് ദ എൻവിറോൺമെൻറ്റ്. അതായത് എപ്പിത്തീലിയൽ ടിഷ്യൂവിന് എപ്പോഴും അതിൻ്റെ ഒരു വശം ഫ്രീ ആയിരിക്കും, അത് സ്വതന്ത്രമായിരിക്കും. അങ്ങനെ ഫ്രീ സർഫസ് ഒന്നുകിൽ ബോഡി ഫ്ലൂയിഡിനെ ഫേസ് ചെയ്യും, അല്ലെങ്കിൽ ബോഡിക്ക് പുറത്തുള്ള എൻവിറോൺമെൻറ്റിനെ ഫേസ് ചെയ്യും. ഇറ്റ് കവർ ഓർ ലയൻ ബോഡി പാർട്സ് ഓർ ബോഡിയെയോ ബോഡി പാർട്സിനെയോ കവർ ചെയ്യുന്നതിന് അല്ലെങ്കിൽ ലയൻ ചെയ്യുന്നതിനാണ് ഇത് ഉപകരിക്കുന്നത്. ഇനി എപ്പിത്തീലിയൽ ടിഷ്യൂവിൻ്റെ മൂന്നാമത്തെ സവിശേഷത എന്ന് പറഞ്ഞാൽ ഇറ്റ് ഹാസ് കോമ്പാക്റ്റ്ലി പാക്ക്ഡ് സെൽസ് വിത്ത് ലിറ്റിൽ ഇൻ്റർസെല്ലുലാർ മാട്രിക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ സെല്ലുകൾ വളരെ ഞെരുങ്ങിയായിരിക്കും കാണപ്പെടുന്നത്. അവയ്ക്കിടയിൽ ഇൻ്റർസെല്ലുലാർ മാട്രിക്സ് മിക്കവാറും കാണുകയില്ല. എപ്പിത്തീലിയൽ ടിഷ്യൂസിനെ പ്രധാനമായിട്ട് 2 വിഭാഗങ്ങളായിട്ട് നമുക്ക് തരംതിരിക്കാം: സിമ്പിൾ എപ്പിത്തീലിയം ആൻഡ് കോമ്പൗണ്ട് എപ്പിത്തീലിയം. അതിൽ ആദ്യം നമുക്ക് സിമ്പിൾ എപ്പിത്തീലിയം എന്താണെന്ന് പരിശോധിക്കണം. ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് എ സിംഗിൾ ലെയർ ഓഫ് സെൽസ്. അതായത് ഈ സിമ്പിൾ എപ്പിത്തീലിയത്തിൻ്റെ പ്രത്യേകത അത് ഒരു സിംഗിൾ ലെയർ സെല്ല് കൊണ്ട് ആയിരിക്കും നിർമ്മിച്ചിരിക്കുന്നത്. ഇനി അതിൻ്റെ പ്രത്യേകത നോക്കാം. ഇറ്റ് ലൈൻ ദ ബോഡി ക്യാവിറ്റീസ്, ഡക്സ് ഓർ ട്യൂബ്സ്. ഒന്നുകിൽ ഇത് ബോഡി ക്യാവിറ്റിയെ ലൈൻ ചെയ്യും, അല്ലെങ്കിൽ ഡക്സിനെ ലൈൻ ചെയ്യും, അല്ലെങ്കിൽ ട്യൂബ്സിനെ ലൈൻ ചെയ്യും. ഇനി ബേസ്ഡ് ഓൺ ദ സ്ട്രക്ചറൽ മോഡിഫിക്കേഷൻ ഓഫ് സെൽസ്, സിമ്പിൾ എപ്പിത്തീലിയം ഈസ് ഓഫ് 3 ടൈപ്സ്. അതായത് സിമ്പിൾ എപ്പിത്തീലിയത്തിൽ കാണപ്പെടുന്ന സെല്ലുകളുടെ ഘടനയെ അടിസ്ഥാനമാക്കി, അവയുടെ ഷേപ്പിനെയും ഒക്കെ അടിസ്ഥാനമാക്കി സിമ്പിൾ എപ്പിത്തീലിയത്തെ പ്രധാനമായിട്ട് നമുക്ക് 3 ഉപവിഭാഗങ്ങളായിട്ട് തരംതിരിക്കാം. അത് ഏതൊക്കെയാണെന്ന് ഞാൻ ആദ്യം പറയാം. സിമ്പിൾ സ്ക്വാമസ് എപ്പിത്തീലിയം, സിമ്പിൾ ക്യൂബോയിഡൽ എപ്പിത്തീലിയം, സിമ്പിൾ കോളംനാർ എപ്പിത്തീലിയം. അതിൽ നമുക്ക് ഫസ്റ്റ് പഠിക്കുവാനുള്ളത് സ്ക്വാമസ് എപ്പിത്തീലിയം അഥവാ സിമ്പിൾ സ്ക്വാമസ് എപ്പിത്തീലിയം. ഇവിടെ വലതുവശത്ത് കാണുന്ന ഈ ഫിഗർ ഒരു സ്ക്വാമസ് എപ്പിത്തീലിയത്തിൻ്റെ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷനാണ്. ഇനി സിമ്പിൾ സ്ക്വാമസ് എപ്പിത്തീലിയത്തിൻ്റെ പ്രത്യേകതകൾ പരിശോധിച്ച് നോക്കാം. ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് എ തിൻ ലെയർ ഓഫ് ഫ്ലാറ്റൻഡ് സെൽസ് വിത്ത് ഇറഗുലാർ ബൗണ്ടറീസ്. അതായത് ഫ്ലാറ്റായിട്ടുള്ള സെല്ലുകൾ കൊണ്ടായിരിക്കും ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഫ്ലാറ്റായിട്ടുള്ള സെല്ലുകൾക്ക് ഒരു ഇറഗുലർ ബൗണ്ടറി ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഇറ്റ് ഈസ് ഫൗണ്ട് ഇൻ ദ വാൾ ഓഫ് ബ്ലഡ് വെസൽസ് ആൻഡ് എയർ സാക്സ് ഓഫ് ലങ്സ്. അതായത് സ്മോൾ ബ്ലഡ് വെസൽസിൻ്റെ അകത്തെ വാൾ അഥവാ ഭിത്തിയിലായിരിക്കും പ്രധാനമായിട്ട് സിമ്പിൾ എപ്പിത്തീലിയം കാണപ്പെടുന്നത്. കൂടാതെ നമ്മുടെ ലങ്സിനകത്തെ എയർ സാക്സ് അഥവാ അൾവിയോളയിലും സ്ക്വാമസ് എപ്പിത്തീലിയം ധാരാളമായിട്ട് കാണപ്പെടുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ
ഇറ്റ് ഫോം എ ഡിഫ്യൂഷൻ ബൗണ്ടറി എന്ന് പറഞ്ഞാൽ ഡിഫ്യൂഷൻ നടക്കുന്നതിന് സഹായിക്കുന്ന ഒരു ബൗണ്ടറി ആയിട്ടായിരിക്കും ഈ സ്ക്വാമസ് എപ്പിത്തീലിയം പൊതുവിൽ ഫങ്ഷൻ ചെയ്യുന്നത്. അടുത്തത് ക്യൂബോയിഡൽ എപ്പിത്തീലിയം. അതിനെ ക്യൂബിക്കൽ എപ്പിത്തീലിയം എന്നും അറിയപ്പെടും. പേര് കേൾക്കുന്ന പോലെ തന്നെ ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ക്യൂബ് ലൈക്ക് സെൽസ്. ക്യൂബ് ആകൃതിയിലുള്ള സെല്ലുകൾ കൊണ്ടായിരിക്കും ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ സിംഗിൾ ലെയർ ഓഫ് സെൽസ് മാത്രമേ കാണൂ എന്നുള്ളത് അണ്ടർസ്റ്റുഡ് ആണ്. ഫൗണ്ട് ഇൻ ഡക്സ് ഓഫ് ഗ്ലാൻസ് ആൻഡ് ട്യൂബുലാർ പാർട്സ് ഓഫ് നെഫ്രോൺ. അതായത് നമ്മുടെ ഗ്ലാൻസിൻ്റെ ഗ്രന്ഥികളുടെ ഡക്സിൽ ഈ ക്യൂബോയിഡൽ എപ്പിത്തീലിയത്തിന് ധാരാളമായിട്ട് കാണാം. അതുപോലെ കാണാൻ പറ്റുന്ന മറ്റൊരു സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മുടെ നെഫ്രോണിൻ്റെ ട്യൂബുലാർ പാർട്ട്, അതായത് PCT പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബിലും ഈ ക്യൂബോയിഡൽ എപ്പിത്തീലിയം ധാരാളമായിട്ട് കാണാം. ഇനി അതിൻ്റെ ഫങ്ഷൻസ് എന്താണെന്ന് നോക്കാം. ഡക്സിലും കാണപ്പെടുന്നുണ്ട്, അതുപോലെ തന്നെ ട്യൂബുലാർ പാർട്ട് ഓഫ് നെഫ്രോണിലും കാണപ്പെടുന്നു. ഡക്സിൽ ഗ്ലാൻഡുകളിൽ നടക്കുന്ന പ്രധാനപ്പെട്ട ജോലി സെക്രീഷനാണ്. അതുപോലെ നെഫ്രോണിൻ്റെ ട്യൂബുലാർ പാർട്ടിൽ നടക്കുന്നത് അബ്സോർപ്ഷനാണ്. അപ്പോൾ ഇവിടുത്തെ ഫങ്ഷനും അത് തന്നെയാണ്, സെക്രീഷൻ ആൻഡ് അബ്സോർപ്ഷൻ. ഇനി the epithelium of proximal convoluted tube or PCT of nephron has microvilli. അതായത് നെഫ്രോണിലെ PCTയിൽ കാണപ്പെടുന്ന ക്യൂബോയിഡൽ എപ്പിത്തീലിയത്തിൻ്റെ ഫ്രീ സർഫസിൽ ധാരാളം മൈക്രോവില്ലൈ കാണപ്പെടുന്നുണ്ട്. അത് ടോട്ടൽ സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യുകയും അതുവഴി PCTയിലൂടെയുള്ള ആഗിരണത്തിൻ്റെ വേഗത വർദ്ധിപ്പിക്കുകയും ചെയ്യും. അടുത്തത് കോളംനാർ എപ്പിത്തീലിയം. ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ടാൾ ആൻഡ് സ്ലെൻഡർ സെൽസ്. അതായത് നമ്മളവിടെ ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്. ടോൾ സെൽസാണ്, അതുപോലെ സ്ലെൻഡർ, വളരെ കനമുള്ള സെല്ലല്ല, സ്ലെൻഡർ ആയിട്ടുള്ള സെൽസാണ് ഈ കോളംനാർ എപ്പിത്തീലിയത്തിൽ പൊതുവിൽ കാണപ്പെടുന്നത്. ഇനി അവിടെ ആ ഡയഗ്രത്തിൽ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവുന്ന കാര്യം, അതിൻ്റെ ന്യൂക്ലിയൈ അറേഞ്ച് ചെയ്തേക്കുന്നത് ഒന്നുകിൽ അറ്റ് ബേസ് അല്ലെങ്കിൽ അറ്റ് ദ ടോപ്പാണ്. ഏതെങ്കിലും ഒരു ന്യൂക്ലിയൈ സെൻട്രലല്ല കാണപ്പെടുന്നത്. ന്യൂക്ലിയൈ ആർ ലൊക്കേറ്റഡ് അറ്റ് ദ ബേസ്. ഇനി ദ ഫ്രീ സർഫസ് മേ ഹാവ് മൈക്രോവില്ലൈ. ഇവിടെയും നേരത്തെ നമ്മൾ ക്യൂബോയിഡൽ എപ്പിത്തീലിയത്തിൽ പഠിച്ച പോലെ തന്നെ ഇതിൻ്റെയും ഫ്രീ സർഫസിൽ ധാരാളം മൈക്രോവില്ലൈ കാണപ്പെടുന്നുണ്ട്. ഇനി ഇത് എവിടെ കാണപ്പെടുന്നു എന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം. ഇറ്റ് ഈസ് ഫൗണ്ട് ഇൻ സ്റ്റൊമക്ക് ആൻഡ് ഇൻഡസ്ട്രിയൻ. നമ്മുടെ സ്റ്റൊമക്കിലെയും ഇൻഡസ്ട്രിയൻ്റെയും വാളിൽ ഇത് കാണപ്പെടുന്നുണ്ട്. അവിടെയും ഫങ്ഷൻ നേരത്തെ പഠിച്ചത് തന്നെയാണ്, സെക്രീഷൻ ആൻഡ് അബ്സോർപ്ഷൻ. ഇനി നമ്മൾ ആൾറെഡി സിമ്പിൾ എപ്പിത്തീലിയത്തിൻ്റെ 3 വിഭാഗങ്ങളെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു. ഇനി സിമ്പിൾ എപ്പിത്തീലിയത്തിൻ്റെ മോഡിഫിക്കേഷൻ എന്തൊക്കെയാണെന്ന് പരിശോധിച്ച് നോക്കാം. മോഡിഫിക്കേഷൻ ഓഫ് കോളംനാർ ആൻഡ് ക്യൂബോയിഡൽ എപ്പിത്തീലിയം. ആദ്യം സീലിയേറ്റഡ് എപ്പിത്തീലിയം. പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ് എന്തായിരിക്കും സീലിയേറ്റഡ് എപ്പിത്തീലിയം എന്ന്. ദ സെൽസ് ബിയറിങ് സീലിയ ഓൺ ദി സർഫസ്. അതായത് ഈ സീലിയേറ്റഡ് എപ്പിത്തീലിയത്തിൻ്റെ ഫ്രീ സർഫസിൽ സീലിയ ആയിരിക്കും കാണപ്പെടുന്നത്. ഇനി എവിടെ കാണപ്പെടുന്നു എന്ന് നോക്കാം. ഇറ്റ് ഈസ് പ്രസൻറ്റ് ഇൻ ദ ഇന്നർ സർഫസ് ഓഫ് ഹോളോ ഓർഗൻസ് ലൈക്ക് ബ്രോങ്ക്യൂൾസ് ആൻഡ് ഫലോപ്പിയൻ ട്യൂബ്സ്. അതായത് മനുഷ്യരിലെ ബ്രോങ്ക്യൂൾസിനകത്ത് ഇന്നർ സർഫസിൽ ധാരാളം ഈ സീലിയേറ്റഡ് എപ്പിത്തീലിയം കാണപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ സ്ത്രീകളുടെ ഫലോപ്പിയൻ ട്യൂബ് അഥവാ ഒവിഡക്റ്റിലും കാണപ്പെടുന്നുണ്ട്. ഇനി ഈ സീലിയ എപ്പോഴും ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിലേക്ക് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ അവിടെ പറ്റിപ്പിടിച്ചിരിക്കുന്ന പൊടിപടലങ്ങളും അതുപോലെ മ്യൂക്കസും അതിനെയും ഒരു ഡയറക്ഷനിലേക്ക് ഒഴുക്കിക്കളയും. നമ്മൾ ശ്വാസം അകത്തേക്ക് എടുക്കുമ്പോൾ ശ്വാസത്തിൽ കാണപ്പെടുന്ന വായുവിൽ കാണപ്പെടുന്ന ഡസ്റ്റ് പാർട്ടിക്കിൾസ് എല്ലാം ഈ ബ്രോങ്ക്യൂൾസിൻ്റെ സർഫസിൽ പറ്റിപ്പിടിക്കും. അപ്പോൾ അവയെയും മ്യൂക്കസിനെയും കൊണ്ട് ഈ മ്യൂക്കസിനെയും ഈ സീലിയേറ്റഡ് എപ്പിത്തീലിയം ഒരു പ്രത്യേക ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യിപ്പിച്ച് കഫമായിട്ട് പുറത്തേക്ക് കളയും. ഇനി ഫീമെയിലിൻ്റെ ഫലോപ്പിയൻ ട്യൂബിലാണെങ്കിൽ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓവം എന്ന് പറഞ്ഞാൽ നോൺ മോട്ടൈലാണ്. ഇറ്റ് ഹാസ് നോ മോട്ടിലിറ്റി. ആ നോൺ മോട്ടൈൽ ഓവത്തിനെ യൂട്രസിലേക്ക് നയിക്കുന്നത് ഈ സീലിയേറ്റഡ് എപ്പിത്തീലിയത്തിൻ്റെ സഹായത്താൽ ആണ്. ഇനി മറ്റൊരു മോഡിഫിക്കേഷൻ കൂടിയുണ്ട്, ഗ്ലാൻഡുലാർ എപ്പിത്തീലിയം. ഗ്ലാൻഡുലാർ എപ്പിത്തീലിയം എന്ന് കേൾക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവും അതിൻ്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻ സെക്രീഷൻ ആണ്. എൻസൈംസ് പോലുള്ള അല്ലെങ്കിൽ എൻസൈംസ് മറ്റ് ജ്യൂസസ് അതിനെയൊക്കെ സെക്രീറ്റ് ചെയ്യുന്ന ജോലിയാണ് ഗ്ലാൻഡുലാർ എപ്പിത്തീലിയത്തിന് ഉള്ളത്.
ഈ ഗ്ലാൻഡുലാർ എപ്പിത്തീലിയത്തിനെ പൊതുവിൽ 2 വിഭാഗങ്ങളായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഒന്ന് യൂണിസെല്ലുലാർ ഗ്ലാൻഡ്സ്. പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, മേഡപ്പ് ഓഫ് സിംഗിൾ സെൽസ് ആണ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഐസൊലേറ്റഡ് ഗ്ലാൻഡുലാർ സെൽസ്. അതിന് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഗോബ്ലറ്റ് സെൽസ് ഓഫ് അലിമെൻ്ററി കനാൽ. നമ്മൾ അലിമെൻ്ററി കനാലിൽ കാണപ്പെടുന്ന ഗോബ്ലറ്റ് സെല്ലുകളാണ് ഇതിന് എക്സാമ്പിൾ. ഈ ഗോബ്ലറ്റ് സെല്ലിൻ്റെ പ്രധാനപ്പെട്ട ജോലി മ്യൂക്കസ് സെക്രീഷനാണ്. അടുത്തത് മൾട്ടി സെല്ലുലാർ ഗ്ലാൻഡ്സ്. മൾട്ടി സെല്ലുലാർ ഗ്ലാൻഡ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് കണ്ടെയ്ൻ ക്ലസ്റ്റർ ഓഫ് സെൽസ്. ഒരു കൂട്ടം കോശങ്ങൾ അടങ്ങിയതായിരിക്കും ഈ മൾട്ടി സെല്ലുലാർ ഗ്ലാൻഡ്സ്. അതിന് ടിപ്പിക്കൽ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉമിനീർ ഗ്രന്ഥികൾ, സലൈവറി ഗ്ലാൻഡ്സ് ആണ്. ബേസ്ഡ് ഓൺ മോഡ് ഓഫ് പോറിംഗ് ഓഫ് സെക്രീഷൻ ദ ഗ്ലാൻഡ്സ് ആർ ഓഫ് 2 ടൈപ്സ്. യഥാർത്ഥത്തിൽ ആ സെക്രീഷനെ പുറത്തേക്ക് തള്ളുന്നതിനെ അടിസ്ഥാനമാക്കി, എങ്ങോട്ടത്തേക്കാണ് സെക്രീഷൻ പോകുന്നത് എന്നതിനെ അടിസ്ഥാനമാക്കി ഗ്രന്ഥികളെ പ്രധാനമായിട്ട് നമുക്ക് 2 വിഭാഗങ്ങളായിട്ട് തരംതിരിക്കാം. ആദ്യത്തേതിനെ വിളിക്കുന്ന പേര് എക്സോക്രൈൻ ഗ്ലാൻഡ്സ്. അതിന് പൊതുവിൽ മലയാളത്തിൽ വിളിക്കുന്ന പേര് ബഹിർസ്രാവി ഗ്രന്ഥി എന്നാണ്. എക്സോക്രൈൻ ഗ്ലാൻഡ്സ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സെക്രീഷൻസിന് പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് ഈ ഗ്ലാൻഡുകൾക്ക് ഡക്സ് ഉണ്ട്. അതുകൊണ്ട് ഇതിനകത്ത് ഫോം ചെയ്യുന്ന സെക്രീഷൻസ് ഈ ഡക്സിലൂടെ ഒഴുകി ശരീരത്തിലേക്ക് വരും. അതുകൊണ്ട് ഇവയെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഡക്റ്റഡ് ഗ്ലാൻഡ്സ്, അതായത് ഡക്റ്റ് ഉള്ള ഗ്ലാൻഡ്സ്. അതിന് എക്സാമ്പിൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. എക്സോക്രൈൻ ഗ്ലാൻഡ്സ് സെക്രീറ്റ് മ്യൂക്കസ് സെക്രീറ്റ് ചെയ്യും, സലൈവ സെക്രീറ്റ് ചെയ്യും, ഇയർ വാക്സ്, ഓയില്, മിൽക്ക്, ഡൈജസ്റ്റീവ് എൻസൈംസ് എന്നിവയെല്ലാം പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ എക്സോക്രൈൻ ഗ്ലാൻഡ്സ് ആണ്. ഇനി അടുത്തത് എൻഡോക്രൈൻ ഗ്ലാൻഡ്സ്. അതിനെ പൊതുവിൽ അറിയപ്പെടുന്ന പേര് ഡക്റ്റിലസ് ഗ്ലാൻഡ്സ് ആണ്. അതിനർത്ഥം അവർക്ക് അവരുടെ സെക്രീഷനെ പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് സെപ്പറേറ്റ് ഡക്സ് ഇല്ല. അതുകൊണ്ടാണ് അവരെ ഡക്റ്റിലസ് ഗ്ലാൻഡ്സ് എന്ന് പൊതുവിൽ അറിയപ്പെടുന്നത്. ഇനി അവ പ്രൊഡ്യൂസ് ചെയ്യുന്ന സെക്രീഷനെ പൊതുവിൽ അറിയപ്പെടുന്ന പേര് ഹോർമോൺസ് എന്നാണ്. ഹോർമോൺസ് എന്ന് പറഞ്ഞാൽ ഓജദ്രവ്യം എന്നാണ് അതിൻ്റെ മലയാളം. അടുത്തത്, അപ്പോൾ സിമ്പിൾ എപ്പിത്തീലിയം ഇതിനകം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത് പഠിക്കുവാനുള്ളത് കോമ്പൗണ്ട് എപ്പിത്തീലിയം. ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് മോർ ദാൻ 1 ലെയർ ഓഫ് സെൽസ്. അതായത് ഒന്നിൽ കൂടുതൽ ലെയർ ഓഫ് സെൽസ് അടങ്ങിയതായിരിക്കും കാണപ്പെടും ഈ കോമ്പൗണ്ട് എപ്പിത്തീലിയത്തിൽ. ഇനി ഇറ്റ് ഹാസ് എ ലിമിറ്റഡ് റോൾ ഇൻ സെക്രീഷൻ ആൻഡ് അബ്സോർപ്ഷൻ. നേരത്തെ നമ്മൾ സിമ്പിൾ എപ്പിത്തീലിയത്തിൻ്റെ പൊതുവിലുള്ള ഫംഗ്ഷൻ ഇതായിരുന്നു, സെക്രീഷനും അബ്സോർപ്ഷനുമാണ് പ്രധാനപ്പെട്ട ഫംഗ്ഷനായിട്ട് പഠിച്ചത്. പക്ഷേ ഇവിടെ സെക്രീഷനും അബ്സോർപ്ഷനും ചെറിയ ലിമിറ്റഡ് റോൾ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ ജോലി എന്താണെന്ന് വെച്ചാൽ പ്രൊട്ടക്ഷനാണ്. ദേ കവർ ദ ഡ്രൈ സർഫസ് ഓഫ് സ്കിന്നിനെ പൊതിയും. അതുപോലെ തന്നെ മോയിസ്റ്റ് സർഫസ് ഓഫ് ബക്കൽ ക്യാവിറ്റിയുടെ മോയിസ്റ്റ് സർഫസിനെ പൊതിയും. അതുപോലെ ഫാരിങ്സ്, നമ്മളെ ഗ്രസനിയെ പൊതിഞ്ഞ് സൂക്ഷിക്കും. അതുപോലെ ഇന്നർ ലൈനിങ് ഓഫ് ഡക്സ് ഓഫ് സലൈവറി ഗ്ലാൻഡ്സ് ആൻഡ് പാൻക്രിയാറ്റിക് ഡക്സ്. അതായത് നമ്മളെ പാൻക്രിയാസിൻ്റെയും സലൈവറി ഗ്ലാൻഡ്സിൻ്റെയും ഡക്റ്റിനെയും ഇത് പൊതിഞ്ഞ് സംരക്ഷിക്കും. ഇനി പൊതുവിൽ ഫങ്ഷൻസ് നമുക്കൊന്ന് എടുത്ത് പറയാം. പ്രൊട്ടക്റ്റ് അഗൻസ്റ്റ് കെമിക്കൽ ആൻഡ് മെക്കാനിക്കൽ സ്ട്രെസ്സസ്. നമ്മൾ ഏതെങ്കിലും രാസപദാർത്ഥം നമ്മുടെ ശരീരത്തിലേക്ക് വീണാൽ അതിൽ നിന്ന് പ്രൊട്ടക്ഷൻ നൽകുന്നത് നമ്മളെ കോമ്പൗണ്ട് എപ്പിത്തീലിയമാണ്. അതുപോലെ തന്നെ മെക്കാനിക്കൽ ഇഞ്ചുറീസ് ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് പ്രൊട്ടക്ഷൻ നൽകുന്നതും ഈ കോമ്പൗണ്ട് എപ്പിത്തീലിയമാണ്. ഇനി കോമ്പൗണ്ട് എപ്പിത്തീലിയത്തിന് പ്രധാനപ്പെട്ട എക്സാമ്പിൾ നമുക്ക് പരിശോധിച്ച് നോക്കാം. നമ്മളെ യൂറിനറി ബ്ലാഡറിൽ കാണപ്പെടുന്ന ട്രാൻസിഷണൽ എപ്പിത്തീലിയം, അതുപോലെ നമ്മുടെ ബക്കൽ ക്യാവിറ്റി, വായ്ക്കകത്ത് കാണപ്പെടുന്ന സ്ട്രാറ്റിഫൈഡ് എപ്പിത്തീലിയം, ഇത് രണ്ടുമാണ് കോമ്പൗണ്ട് എപ്പിത്തീലിയത്തിന് പ്രധാനമായിട്ടുള്ള എക്സാമ്പിളായിട്ട് പഠിക്കുവാനുള്ളത്. നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. അപ്പോൾ നമ്മൾ എപ്പിത്തീലിയ ടിഷ്യൂ ആൾറെഡി പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി അടുത്ത ക്ലാസ്സിൽ അടുത്ത ടിഷ്യൂസ് നമുക്ക് പഠിക്കാം. ഓക്കെ, എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കും.